പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് പോകുന്ന KSRTC ഉല്ലാസയാത്രാ ബസ് സമര അനുഭാവികൾ തടഞ്ഞു. ചിറ്റാർ സിയത്തോട്ടിൽ വെച്ചാണ് സംഭവം. ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, അവിടെ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണോ നമ്മൾ കേട്ടത്? വലിയ പ്രതിഷേധമാണ് ഈ ഹർത്താലിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. രാവിലെ അടൂരിൽ KSRTC ബസ് തടഞ്ഞിരുന്നു. ഇപ്പോൾ അടൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന ഒരു ബസ് സമരാനുകൂലികൾ തടയുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് ഒരു തരത്തിലും ബസ് കടത്തിവിടുകയോ ഇവിടുന്ന് ഇറക്കി വിടുകയോ നടത്തില്ല എന്നുള്ള കാര്യമാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. പക്ഷേ പോലീസ് അകമ്പടിയോടുകൂടി ബസ് സ്റ്റാൻഡിലേക്ക് കടത്തിവിടുകയും ഇറക്കി വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം സഹകരിച്ചില്ലേ, ഇനി അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത്. പ്രതിഷേധക്കാർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് അല്ലെങ്കിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഇത് ഒരു തരത്തിലും, അതായത് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റക്കാരായിട്ടുള്ള സംഗീതയെയും റാമിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഇപ്പോൾ അടൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിന് മുമ്പിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് ഈ സമരാനുകൂലികൾ. ഒരു തരത്തിലും ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറ്റില്ല, തിരിച്ചിറക്കി പോകാനും സമ്മതിക്കില്ല. ഈ സമരം ഇതേ രീതിയിൽ തന്നെ തുടരും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇതേ രീതിയിൽ തന്നെ സമരം തുടരുമെന്നുള്ള ആഹ്വാനമാണ് പ്രതിഷേധക്കാർ നടത്തിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് കിടന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും നമുക്ക് ചില ആളുകൾ പ്രതികരണത്തിലേക്ക് പോകാം. എന്തായാലും ഇവിടെ കിടന്ന് പ്രതിഷേധിക്കാൻ പോകണോ? നിതിനെ കൊന്നിട്ട് എത്ര ദിവസമായി? നിതിൻ രാജിനെ കൊന്നിട്ട് എത്ര ദിവസമായി? ഇന്ന് വരെ അറസ്റ്റ് ചെയ്തോ? അമ്മയും പോലെ എടുത്തു അവരങ്ങ് ഇറങ്ങിയല്ലോ. സംഗീത ഇറങ്ങി. ഇന്നൊരു ദിവസമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഇത്രയും ഇതിനു മുമ്പ് സമരം കണ്ടിട്ടില്ലയോ? ഹർത്താൽ കണ്ടിട്ടില്ലയോ? ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊന്നതിനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ജീവൻ തിരിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. ഇനി കൊല്ലരുത്, ഇനി കൊല്ലാതിരിക്കാൻ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾക്ക് മണിമാളികയൊന്നുമില്ല നഷ്ടപ്പെടാൻ. ഞങ്ങളുടെ ശരീരം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വരുത്താൻ ജീവിച്ചേ മതിയാവും. അവരിവിടെ ജീവിച്ചേ മതിയാവും. തുടരും സമരം. ഹർത്താൽ എല്ലാ സ്ഥലങ്ങളിലും പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരു സമരാനുകൂലിയാണ് വളരെ വൈകാരികമായി പ്രതികരിച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നതിനുള്ള പ്രതിഷേധമാണ്, വരും തലമുറയോട് ജീവിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അമ്മ അവിടെ ഒന്ന് പറയുന്നുണ്ട്. അവിടെ എല്ലാ സ്ഥലങ്ങളിലും ആ പ്രതിഷേധം പുരോഗമിക്കുന്നു. KSRTC ബസ്സുകൾ തടയുന്നുണ്ട്. പലയിടങ്ങളിലും സമരാനുകൂലികളും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. വാക്കേറ്റത്തിൽ പല സ്ഥലങ്ങളിലും പോലീസ് അകമ്പടിയിൽ KSRTC ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു സമര നേതാവ് പറഞ്ഞത് ശൂന്യമായ ആളില്ലാത്ത KSRTC ബസ് കോൺവോയ് ഓടിക്കുന്നത് ആരുടെ താല്പര്യപ്രകാരമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. പല സ്ഥലങ്ങളിലും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കുന്നുണ്ട്. കടകൾ അടപ്പിക്കുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതിക്കുള്ള പ്രതിഷേധം. പല സ്ഥലങ്ങളിലും കടകൾ തുറക്കാൻ ഏകോപന സമിതിയുടെ ആഹ്വാനമൊക്കെ നമ്മൾ ഇതുവഴി കേട്ടു. ഒരുപക്ഷെ ഇന്നലെയൊക്കെ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ വിചാരിക്കാത്തതുപോലെ ഒരു ടേൺ ആ സമരത്തിനുണ്ടാവുന്നുണ്ട്. കാര്യം വാഹനങ്ങൾ തടയില്ല എന്നതായിരുന്നു ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഹർത്താൽ പൊളിക്കാൻ നീക്കം നടക്കുന്നു എന്ന ആരോപണത്തിൽ വാഹനങ്ങൾ തടയാനും കടകൾ അടപ്പിക്കാനും സമരാനുകൂലികൾ പല സ്ഥലങ്ങളും വളരെ സജീവമായി ഇറങ്ങി. 52 ദളിത് സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ചേർന്നാണ് ഇപ്പോൾ ഈ ഹർത്താൽ നടത്തുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തിന് കാരണക്കാരായ ആൾക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയുടെ പല സ്ഥലങ്ങളിലും കുറച്ച് ശക്തമാണ് സമരം ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് പറയുകയും ചെയ്യാം. ഷിജോ. അതേ ഹാഷ്മി, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 52 ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരം അല്ലെങ്കിൽ ഹർത്താൽ പൂർണ്ണമാണ്. കാരണം ഒരു തരത്തിലും ഈ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കാൻ ആളുകളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ സമരമാർഗത്തിലൂടെ സമരാനുകൂലികൾ പോവുകയാണ്. ഇന്ന് രാവിലെ, അതായത് നമ്മൾ രാവിലെ കണ്ടിരുന്നു പത്തനംതിട്ട ജില്ലയുടെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഈ പറയുന്ന അടൂർ ബസ് സ്റ്റാൻഡിലുമൊക്കെ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞുകൊണ്ട് യാത്രക്കാരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്യാൻസർ രോഗിയുമായി
കോട്ടയത്തേക്ക് പോയ ക്യാൻസർ രോഗിയെ തടഞ്ഞുകൊണ്ട് ഇന്ന് ആശുപത്രിയിലേക്ക് പോകാനുള്ള ചീട്ട് കാണിക്കണം, ഇന്ന് അവിടെ ആശുപത്രിയിൽ പോകാനുള്ള സാഹചര്യമുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചാൽ മാത്രമേ കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാട് തിരുവല്ലയിൽ സമരാനുകൂലികൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ മരുന്നുമായി വന്ന മറ്റൊരു വാഹനം കൂടി തിരുവല്ലയിൽ സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അല്പസമയം മുമ്പ് ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗം ഇവിടെ വന്നിറങ്ങി പിന്നീട് ബസ്സിൽ കയറി അടൂർ വന്നിറങ്ങിയ 2-3 കുട്ടികളും 2-3 യുവതികളും പ്രതിഷേധ സമരാനുകൂലികളും അവരുമായി വാക്കുതർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം ജനങ്ങളെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടിക്കരുത്, വാഹനങ്ങൾ കടത്തിവിടണം എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 യുവതികളും അതുപോലെ തന്നെ അവർ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് സമരാനുകൂലമായിട്ട് കൊമ്പുകർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അവരോട് നോട്ട് പിടിച്ചാണ് മടങ്ങിയത്. അങ്ങനെ തീർത്തും അസാധാരണമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അടൂരിലും പത്തനംതിട്ടയുടെ വിവിധ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു തരത്തിലും ബസ് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്താൻ അനുവദിക്കില്ല, അതല്ലാതെ റോഡിലൂടെ പോയിക്കോട്ടെ, അവിടെ ആളെ നിർത്തി കയറ്റിക്കോട്ടെ ഇറക്കിക്കോട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷേ ബസ് സ്റ്റാൻഡിൽ കയറി ഒരു തരത്തിലും യാത്ര നടത്താൻ അനുവദിക്കില്ല. അത് മാത്രവുമല്ല, ഒരു സ്ഥാപനങ്ങളും ബാങ്കുകളോ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളോ തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കൂടി സമരാനുകൂലികൾ സ്വീകരിച്ചിട്ടുണ്ട്. പല ബാങ്കുകളും ആക്ട് നടപ്പാക്കുക, നിതിൻ രാജന്റെ കുടുംബത്തിന് 10 കോടി നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കൻ ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിലൊക്കെ കേസന്വേഷണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 52 ദളിത് സംഘടനകളുടെ ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോഴും റാം എന്ന് പറയുന്ന ആൾ മുൻകൂർ ജാമ്യം തള്ളപ്പെട്ടെങ്കിലും ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തുമെന്നാണ് കേൾവി. ഇപ്പോഴും അയാൾ കാണാമറയത്താണ്, അയാളെ പോലീസ് പിടികൂടിയിട്ടില്ല. അതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹർത്താൽ. പക്ഷേ ഹർത്താൽ വാഹനം തടയുന്നതിലേക്കും ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിലും പോകുന്നതിൽ സങ്കടം. നേരത്തെ ഒരാളോട് ചോദിക്കുന്നുണ്ട്, ആദ്യമായി നടക്കുന്ന ഹർത്താൽ ഒന്നുമല്ല ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നത് പറയുമ്പോൾ പോലും പിന്നെയും പറയുന്നത് ആ രീതിയിലുള്ള ജനത്തെ വലയ്ക്കുന്ന അല്ലെങ്കിൽ ജനത്തെ ബന്ദിയാക്കുന്ന രീതിയിലുള്ള സമരമാർഗങ്ങൾ കേരളത്തിൽ പുതിയ കാലത്ത് പ്രസക്തമായ സമരമാർഗങ്ങളാണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.